ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ സോഷ്യോളജി എക്കണോമിക്സുകാർക്കുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പാഠപുസ്തകത്തിലെ ആറാമത്തെ, അതായത് ലാസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളത്തിൽ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വിവിധ സബ്ജക്റ്റുകളുടെ നോട്ടുകളുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിപ്പോൾ പറയാം ആറാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ്. ആറാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ഡീകേ ഓഫ് മിക്സഡ് എക്കണോമി, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയെക്കുറിച്ചാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥ മാതൃക സ്ഥാപിക്കുന്നതിൽ നെഹ്റുവിൻ്റെ നയങ്ങൾ ചെലുത്തിയ സ്വാധീനമാണ് ഫസ്റ്റിൽ വരുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നത് പിഴവുകൾ പരിഹരിക്കുന്നതിനും ഉന്നതമായ സാമ്പത്തിക വളർച്ച നേടുന്നതിനു വേണ്ടി പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംയോജിപ്പിച്ച രണ്ട് മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സാമ്പത്തിക മാതൃകയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകൾ സ്ഥാപിക്കുന്നതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പങ്ക് നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം തന്നെയാണ് അതിന് മെയിൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. 1947 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെ സമ്പദ്ഘടന വളരെ പിന്നോക്കം പോയ ഒന്നായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചൂഷണം കാരണം വൻകിട വ്യവസായങ്ങൾ കുറവായിരുന്നു. മാത്രമല്ല തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വ്യാപകമായിട്ട് ഇന്ത്യയിൽ അന്ന് നടമാടിയിരുന്നു. ഈ സാഹചര്യത്തിൽ സമഗ്രമായ സാമ്പത്തിക വികസനം ഉറപ്പാക്കാൻ വേണ്ടി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന നയങ്ങൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. 1951 ആരംഭിച്ച പ്രഥമ പഞ്ചവത്സര പദ്ധതി മുഖേന ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിനൊരു ദിശാബോധം നൽകാൻ കഴിഞ്ഞു എന്നത് നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയാണ്. അടിസ്ഥാന വ്യവസായങ്ങളെ, ഗതാഗതം എന്നിവയിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി ചെറിയ വ്യവസായങ്ങളും നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന മേഖലയിലും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ സാമ്പത്തിക നയങ്ങൾ ദാരിദ്ര്യ നിവാരണം, തൊഴിലവസരങ്ങൾ എന്നിവയിൽ ദൃശ്യമായ മുൻഗണന നൽകി. കാർഷിക മേഖലയിലും ചെറുകിട വ്യവസായങ്ങളിലും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്നിവയെല്ലാം നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന സവിശേഷതകളായിട്ടാണ് കണക്കാക്കുന്നത്. അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അടിസ്ഥാന വ്യവസായങ്ങളിൽ വൻ പുരോഗതി എന്നതും അതുപോലെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന ഘടകങ്ങൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലുമൊക്കെ സർക്കാർ നിക്ഷേപം വർദ്ധിച്ചു എന്നതുമൊക്കെ ഈ ഒരു നയത്തിൻ്റെ നേട്ടമാണ്. നെഹ്റുവിൻ്റെ നയത്തിൻ്റെ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ നേട്ടങ്ങളാണ്. അതേസമയം ഉയർന്ന ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങൾ, അമിതമായ ലൈസൻസിങ് സംവിധാനം, സ്വകാര്യ മേഖലയെ പരിമിതപ്പെടുത്തൽ തുടങ്ങിയ കോട്ടങ്ങളും അല്ലെങ്കിൽ പോരായ്മകളും ഇതിനുണ്ടായിരുന്നു, മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥ മാതൃകക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇന്ത്യ 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ സ്വീകരിച്ചു. അതുപോലെ തന്നെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമായ പങ്കുള്ള ഒരു മാതൃകയാണിത്, ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. 1990കളുടെ ആരംഭത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് രാജ്യം വഴി മാറി. അതായത് രാജ്യത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. സാമ്പത്തിക ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നയപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ നിർബന്ധിതമായി. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം അത് തന്നെ. ഇനി കൂടാതെ വേറെയും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തത് അമിത നിയന്ത്രണങ്ങളാണ്. വ്യവസായം, വ്യാപാര, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ അനാവശ്യമായ ലൈസൻസുകൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ. രണ്ടാമത്തത് പൊതുമേഖലയുടെ ദുർബലതയാണ്. പൊതുമേഖലയുടെ ദുർബലത എന്ന് പറയുമ്പോൾ സ്വാശ്രയ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായ വ്യവസായ നയപ്രമേയം 1956 വ്യവസായ നയപ്രമേയം പൊതുമേഖലയുടെ ആധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ട് കാര്യക്ഷമതയില്ലാത്തതും നഷ്ടത്തിലുള്ളതുമായ പൊതുമേഖലാ സംരംഭങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. മൂന്നാമത്തത് ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയുടെ കുറവാണ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഉൽപ്പാദനത്തെക്കാളും വിതരണത്തിനാണ് മുൻഗണന നൽകിയിരുന്നത്. അതുകൊണ്ട് ഉൽപ്പാദനക്ഷമത കുറവായിരുന്നു. നാലാമത്തത് ഇറക്കുമതിക്ക് ബദൽ നയം. സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കുമതിയെ നിയന്ത്രിച്ചു. അതായത് വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനെ നിയന്ത്രിച്ചു. ഇതുമൂലം ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ രാജ്യത്തെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ അതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ മറ്റൊന്ന് 1990-91 സാമ്പത്തിക പ്രതിസന്ധിയാണ്. വിദേശ നാണ്യശേഖരം ഈ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് തീർന്നുപോയി. അതുപോലെ അമിതമായ സർക്കാർ ചെലവുകൾ, ബജറ്റ്
കുറവ് വർദ്ധിപ്പിച്ചു. എണ്ണ വില വർധനയും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും ഒക്കെ ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പുതിയ സാമ്പത്തിക നയം സ്വീകരിക്കുകയല്ലാതെ ഇന്ത്യക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും എന്തായി, പഴയ അതെങ്കിൽ തുടക്കത്തിലേ ഉള്ള മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന നെഹ്റുവിൻ്റെ നയം തകരുന്നതിന് ഇടവരുത്തി. ഇനി അഴിമതിയാണ് മറ്റൊരു കാരണം. അഴിമതി പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അഴിമതി വർദ്ധിച്ചു. കാരണം കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് ആർക്കാണ്? പൊതുമേഖലയ്ക്കാണ്. സ്വകാര്യ മേഖലയ്ക്ക് കുറഞ്ഞ പങ്കാളിത്തം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിൽ അഴിമതി വർദ്ധിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും അതുകൊണ്ട് സാമ്പത്തിക വികസനം ദുർബലമാവുകയും ചെയ്തു. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ കൂടി. പിന്നെ മറ്റൊന്ന് 1991 സാമ്പത്തിക നയമാണ്. 1991 ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചു, നയങ്ങൾ സ്വീകരിച്ചു. 1991 സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇങ്ങനെ ഒരു പുതിയ നയം സ്വീകരിക്കാനുണ്ടായ കാരണം. ഇന്ത്യയുടെ മുന്നിൽ അങ്ങനെ പുതിയ നയം സ്വീകരിക്കുകയല്ലാതെ അപ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യ 1991 പുതിയ സാമ്പത്തിക നയം സ്വീകരിച്ചു. ഏതാണത്? LPG എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, പിന്നെ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതാണ് LPG. അപ്പോൾ അത് സ്വീകരിച്ചതോടുകൂടി എന്തായി? മിശ്ര സമ്പദ് വ്യവസ്ഥ തകർന്നു. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് വിവരിക്കാൻ വരുന്നത്. ഒന്ന്, മിശ്ര സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കുന്നതിൽ നെഹ്റുവിൻ്റെ പങ്ക്. പിന്നെ മറ്റൊന്ന്, മിശ്ര സമ്പദ് വ്യവസ്ഥ തകരാനുണ്ടായ കാരണങ്ങൾ. മെയിൻ കാരണം എന്തുതന്നെയാണെന്ന് പറഞ്ഞു. എന്താണ്? 90കളിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതിന് പുറമെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? അമിതമായ നിയന്ത്രണങ്ങൾ, പിന്നെ പൊതുമേഖലയുടെ ദുർബലത, കൂടാതെ ഉൽപ്പാദനക്ഷമതയിലെ കുറവ്, ഇറക്കുമതിക്ക് ബദൽ നയം കൊണ്ടുവന്നത്, പിന്നെ 1990-91 സാമ്പത്തിക പ്രതിസന്ധി, മറ്റൊന്ന് അഴിമതി, 1991 സാമ്പത്തിക നയം. ഇതൊക്കെയാണ് പഴയ നെഹ്റുവിയൻ സാമ്പത്തിക വ്യവസ്ഥ എന്നാണ് കേട്ടോ അതിന് പറയുക. എന്താണ്? നെഹ്റുവിയൻ പോളിസീസ് ഓൺ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യാസ് മിക്സഡ് എക്കണോമി എന്നൊക്കെ പറയാം കേട്ടോ. നെഹ്റുവിയൻ പോളിസി എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ നയങ്ങൾ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൽ സമ്പദ് വ്യവസ്ഥയിൽ നെഹ്റു ആയിരുന്നു ഒന്നാം പ്രധാനമന്ത്രി. മിക്കവാറും എല്ലാ സംഗതികൾക്കും ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആര് തന്നെയാണ്? നെഹ്റു തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ത്യൻ വിദേശ നയത്തിന്, ഇന്ത്യൻ സാമ്പത്തിക ഭദ്രതയ്ക്ക്, അതുപോലെ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് നെഹ്റുവിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നെഹ്റുവിയൻ പോളിസി എന്ന് നമ്മളോട് ചോദിക്കുന്നത് ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും, അല്ലെങ്കിൽ സർക്കാരിനും സ്വകാര്യ സംരംഭകർക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഏത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. മിശ്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കൂടിച്ചേർന്നത് എന്നാണ്. ആരുടെ കൂടിച്ചേരലാണ്? പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും കൂടിച്ചേരലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ചെറിയൊരു യൂണിറ്റ്. 2 കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ട്, പക്ഷേ ഇത് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പത്തിക 1991 സാമ്പത്തിക നയം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ തകരാനുണ്ടായ കാരണങ്ങൾ, നെഹ്റുവിയൻ സമ്പദ് വ്യവസ്ഥയായ മിശ്ര സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുന്നതിൽ നെഹ്റുവിൻ്റെ പങ്ക് കേട്ടോ. ഓക്കെ, താങ്ക്സ്.